ബൈലോപ്പള്ളി സംസ്കൃതി ഭവനിലെ കേരള ലളിതകലാ അക്കാദമിയുടെ ഗ്യാലറിയിലാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ വളരെക്കാലത്തെ പ്രിയ സുഹൃത്തു കൂടിയായ ശ്രീ KP തോമസ്, അദ്ദേഹം ചിത്രകാരനാണ്. അദ്ദേഹം വരച്ച ചിത്രങ്ങളുടെ ഒരു പ്രദർശനമാണ് ഇന്നിപ്പോൾ ആരംഭിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ സ്റ്റോറിയും ഒക്കെ ആയിട്ടുള്ള ഒരു കാറ്റലോഗാണ് ഇത്. ഇന്ന് ഇത് റിലീസാവുക കൂടിയാണ്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. അദ്ദേഹം വളരെ വർഷങ്ങളായിട്ട് ഞങ്ങൾ പരസ്പരം ചിത്രകലയെക്കുറിച്ചെല്ലാം നല്ല സംവാദത്തിലും ആശയവിനിമയത്തിലും ഒക്കെയുള്ള ആളുകളാണ്. ഇന്നിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഇത്രയും ചിത്രങ്ങൾ ഏറ്റവും പുതിയതായിട്ടുള്ള ചിത്രങ്ങളാണ്, ഈ അടുത്ത റീസെൻ്റായിട്ട് വരച്ച ചിത്രങ്ങളാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വളരെ എക്സ്പെരിമെൻ്റലായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡിലാണ് ചെയ്തിരിക്കുന്നത്. അത് പ്രകൃതിയും മനുഷ്യനും എല്ലാമുണ്ട്. അങ്ങനെ ഒരു വളരെ ഫോംസ് തീർച്ചയായിട്ടും ഒരു എക്സ്പെരിമെൻ്റലായിട്ടുള്ള അറേഞ്ച്മെൻറ്റിൽ കൂടി ആവിഷ്കരിക്കപ്പെട്ട ചിത്രങ്ങളാണ് ഇത് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഈ ചിത്രരചനാ സമ്പ്രദായത്തിൽ. അങ്ങനെ ഒരു പ്രത്യേക ശൈലിയും ഒരു പ്രത്യേക അവതരണ രീതിയും ആശയ സംവാദവും ഒക്കെയുള്ള ഒരു ചിത്രങ്ങളാണ് ഇവിടെ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. എല്ലാവരെയും അത് വളരെ ആകർഷിച്ചിരിക്കുകയാണ്. വളരെ സന്തോഷമുണ്ട് ഇന്നിവിടെ എനിക്ക് എത്തിച്ചേരുന്നതിൽ. അദ്ദേഹത്തിൻ്റെ എല്ലാ വിജയങ്ങളും ആശംസിക്കുന്നു. My name is Margot Michaud. I'm the director of Alliance Française, and I'm very pleased to be here to discover the new works of our artists. You may know him because he's been around producing a lot of pieces, and most of the time it was pieces related to people living here and social take on society. But now, thanks to COVID, or because of COVID, we are discovering something new. And our artist is now looking inside himself, trying to find out what is there. So these are pieces of work which are very spiritual. And what I like about them is that there is both simplicity, if you see the patterns, the colors, women and men being there on all the paintings, and complexity at the same time. You would see different layers. I would see different layers both physically, because you can see that the techniques is using different layers, but different layers spiritually as well. So I invite you to come and rejoice in all the colors, the forms, and going through that journey yourself to try to understand what's inside of all of us. So please do come and attend the exhibition. ലീഫ് ആർട്ട് പ്രോജക്ട്സിൻ്റെ അടുത്ത പരിപാടിയായിട്ടാണ് എൻ്റെ ഈ എക്സിബിഷൻ ഇവിടെ ഡോക്ടർ രഞ്ജു ക്യൂറേറ്റ് ചെയ്തിരിക്കുന്നത്. സോളിലോക്കി എന്ന് ടൈറ്റിൽ ചെയ്തിരിക്കുന്ന ഈ എക്സിബിഷനിൽ 40 ചിത്രങ്ങളാണുള്ളത്. ഞാൻ ഇതുവരെ തുടർന്ന് പോന്നിട്ടുള്ള ശൈലിയിൽ നിന്നും പാടെ വ്യത്യസ്തമായ ഒരു പുതിയ രീതിയിലേക്ക് ഞാൻ കടക്കുകയാണ് ഈ ചിത്രങ്ങളിൽ. ഇതുവരെ ഞാൻ ചെയ്തിരുന്നത് ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളോടും സാമൂഹ്യമായ ഇതിനോടൊരു പ്രതിബദ്ധതയോടു കൂടിയുള്ള പ്രത്യേകിച്ച് ട്രൈബൽ കോണ്ടെക്സ്റ്റൊക്കെ വരുന്ന ചിത്രങ്ങളായിരുന്നു ഞാൻ ചെയ്തു പോന്നിരുന്നത്. എന്നാൽ ഈ സീരീസിൽ ഞാൻ എൻ്റെ ഏകാന്തതയിലേക്ക് ഞാൻ സ്വയം തിരിഞ്ഞു നോക്കുകയാണ്. എൻ്റെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കുന്ന എൻ്റെ അൺകോൺഷ്യസിനെ ഞാൻ എങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നു എന്നതാണ്. അപ്പോൾ പർട്ടിക്കുലറായി ഒരു സബ്ജക്റ്റിലേക്ക് ഞാൻ വന്നു ചേരുന്നത് വരച്ചു വരുമ്പോഴാണ്. വരഞ്ഞുകൊണ്ട് വരുമ്പോൾ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന എൻ്റെ തന്നെയുള്ള എക്സ്പ്രഷൻസാണ് ഈ ചിത്രങ്ങളിലേറെയുമുള്ളത്. ഇതിനകത്ത് ഞാൻ ടൈറ്റിൽ ചെയ്തിരിക്കുന്ന മെയിനായിട്ട് ടൈറ്റിൽ ചെയ്തിരിക്കുന്നതെല്ലാം മോണോലോഗ് അല്ലെങ്കിൽ സോളിലോക്കി എന്നാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ നടക്കുന്ന ഒരു അന്യോന്യ ആത്മസംഭാഷണം. അതെപ്പോഴും നമ്മളെ ഉള്ളിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അത് ഞാനിങ്ങനെ ചിത്രത്തിലൂടെ എങ്ങനെ അതിനെ പ്രതിഫലിക്കാം എന്നാണ് ഞാനിതിൽ ശ്രമിക്കുന്നത്. ഫാൾ എന്ന് പറയുന്നത് സത്യത്തിൽ ഞാൻ വിശ്വസിച്ച് പോന്ന ഒരു രാഷ്ട്രീയ സംഹിതയുടെ അടുത്ത ഇടയിലുണ്ടായിട്ടുള്ള ഭയങ്കരമായ വീഴ്ച, തകർച്ചയാണ് ഞാനതിൽ ചിത്രീകരിക്കുന്നത്. തുടർന്ന് വരുന്ന ചിത്രമാകട്ടെ സത്യത്തിൽ എന്നോടൊപ്പം ഇത്രയും കാലം എന്നെ സഹിച്ച് ജീവിച്ചു വന്ന എൻ്റെ സഹധർമ്മിണിയെ കൂടി വരുന്ന ഒരു ചിത്രമാണ്. വീട്, അവള് എല്ലാം കൂടി വരുന്നത്. മറ്റേത് ഇങ്ങനെ മാനസികമായി നമ്മൾ കണ്ടുമുട്ടുന്നതും അതിൻ്റെ ഇതിൽ ധാരാളമായ രീതിയിൽ ഉള്ള കൗമാര ചിന്തകളും ഒക്കെ ഇങ്ങനെ വരുന്ന ചിത്രങ്ങളാണ്. ക്രൂസിഫിക്ഷൻ എന്ന് പറഞ്ഞൊരു ചിത്രം ഞാൻ വെച്ചിട്ടുണ്ട്. ക്രിട്ടിക്കൽ അനാലിസിസ് ഓഫ് ക്രൂസിഫിക്ഷൻ എന്നാണ്.
ഞാൻ ഒരു ക്രിസ്തീയ ട്രഡീഷനിൽ വരുന്ന ആളാണെങ്കിലും എനിക്ക് ഈ ഞങ്ങളുടെ മതം അല്ലെങ്കിൽ ഞങ്ങളുടെ സഭ എന്ന് പറയുന്നതൊക്കെ എത്രയോ ക്രിസ്തുവിൽ നിന്നും എത്രയോ അകന്നു പോയിരിക്കുന്നു എന്നുള്ള കാഴ്ചപ്പാടിൽ ഞാൻ യഥാർത്ഥത്തിൽ ക്രിസ്തു എങ്ങനെയായിരുന്നിരിക്കാം എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ട് ചെയ്ത ഒരു ചിത്രമാണത്. എൻ്റെ തന്നെ ഒരു പൂർവ്വ വിദ്യാർത്ഥി, ഞാൻ കുറച്ചു കാലം ഒരു പാരലൽ കോളേജ് അധ്യാപകനായിരുന്നു. അപ്പോൾ എൻ്റെ അന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നും എന്നോട് ബന്ധമുണ്ട്. അതിൽ ചിലർ ഇങ്ങനെ ബന്ധപ്പെട്ട് പറയാറുണ്ട്, ഞങ്ങളുടെ കണ്ണ് തുറന്നത് സത്യത്തിൽ മാഷാണ്. അപ്പോൾ അങ്ങനെ ഒരു വിദ്യാർത്ഥി അത് എൻ്റെ അടുത്ത് നിന്ന് വാങ്ങുകയും ചെയ്തു. അവിടെ ഇരുന്നുകൊണ്ട് അവൻ കണ്ടിട്ടില്ല ചിത്രം, അവൻ കണ്ണൂരാണുള്ളത്. അവൻ അവിടെ ഇരുന്നുകൊണ്ട് മാഷ് ഒരു ക്രൂസിഫിക്ഷൻ ഞാൻ വാങ്ങിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഇതിൽ മറ്റ് ചിത്രങ്ങളിലെല്ലാം നിങ്ങൾ നോക്കിയാൽ കാണുന്നത് മാനസികമായ ഒരു അന്വേഷണം, ഒരു സെർച്ച് ഫോർ ഇൻഡിവിജ്വാലിറ്റി, സെർച്ച് ഫോർ ഇൻറ്റഗ്രിറ്റി, അതിൻ്റെ ഒരു അന്വേഷണമാണ് ഇതിലൊക്കെ കാണുന്നത്. KP Thomas, the artist, Kanai Sar's ഭാഷയിൽ പറഞ്ഞാൽ a born artist. So his trait is experimenting. He experiments with each, whatever he gets. That is evident from the paintings that those are exhibited here. And definitely the curator, Dr. S.N. Renju, has trained a bird for this his style, Thomas. And soliloquy is the result of another experiment by KP Thomas. രചന പറയാറുണ്ട്, സംടൈംസ് ഇനി ഒരു ഷോ ചെയ്യാൻ പറ്റുമെന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. അത് പ്രായത്തിലെ ഇനിയൊരു ഷോ ചെയ്യാൻ പറ്റുമോ, ചെയ്യാനാകുമോ എന്നൊക്കെ ഡയറക്റ്റ് അല്ലാതെയും ചില രീതിയിൽ ഇങ്ങോട്ട് വരുന്നത് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, ഇത് അവസാനത്തെ ഷോ അല്ല എന്ന് മാത്രമല്ല, ഇനി അടുത്ത വർഷങ്ങളിൽ ഓരോ വർഷവും ഓരോ ഷോ വീതം ചെയ്ത് നമുക്ക് 10 ഷോ ചെയ്യണം. നമ്മളത് 10 വർഷം കൊണ്ട് അടുത്ത 10 ഷോസ് ചെയ്യും. അതിൽ ഇപ്പോൾ ക്യൂറേറ്റേഴ്സ് പെർസ്പെക്റ്റീവ് ഞാൻ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ 10 ഷോസ് ക്യൂറേറ്റ് ചെയ്യുന്നു, മുഴുവൻ എക്സിബിറ്റ് ചെയ്യുന്നു എന്ന് പറയുന്നത് 10 ന്യൂ എക്സ്പെരിമെൻറ്റ്സ്. ബിക്കോസ് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം തന്നെ എക്സ്പെരിമെൻറ്റ്സ്. സാധാരണ പറയുന്ന പോലെ one after another or one to another അല്ല, one is finished and the next one comes. ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്കൊന്നും പോകുന്നതല്ല, ഒന്ന് കഴിഞ്ഞു അടുത്ത് ചെയ്തു എന്ന് പറഞ്ഞ എക്സ്പെരിമെൻറ്റ്സ് ആണ് ഹിസ് ആർട്ട്. അങ്ങനെ ഇനിയും 10 എക്സ്പെരിമെൻറ്റ്സ് ഇനിയും ചെയ്യാനുണ്ട്, 10 എക്സിബിഷൻസ് നമുക്ക് ചെയ്യാനുണ്ട്. And after that, not me, but we will let it go. But till then, we need it. നമുക്ക് ചെയ്യാൻ പറ്റും, ചെയ്യും എന്ന ഉറപ്പാണ്. നമുക്ക് എക്സ്പ്രസ് ചെയ്യേണ്ടത് പക്ഷേ എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം, അതിനെ എക്സ്പ്രസ് ചെയ്യാനുള്ളൊരു ശ്രമം. നമുക്ക് പറയേണ്ടതായിട്ടുള്ള ഒരു സാധനമുണ്ട്, പക്ഷെ ആ പറയേണ്ട വാക്കുകൾ നമുക്കില്ല, പക്ഷെ നമുക്കത് പറഞ്ഞേ പറ്റും. ഇത് ഒരാളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്നൊരു വലിയ എക്സ്പീരിയൻസ്, ഒരു അനുഭവം, തലമുണ്ട്. അപ്പോൾ അങ്ങനെ തയ്യാറാക്കിയ ഒരു സീരീസ് ഓഫ് പെയിൻറ്റിങ്സ് ആണ്. അപ്പോൾ അതിനകത്ത് ക്രാഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്രാഫ്റ്റ് ഉണ്ടായിരിക്കുന്ന ക്രാഫ്റ്റിന് വേണ്ടിയല്ല, ഈ അനുഭവത്തിനെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു ഉണ്ടാക്കിയെടുത്തിട്ടുള്ള, ഡെവലപ്പ് എടുത്തിട്ടുള്ള. അതെനിക്കൊന്ന് കോവിഡ് സമയത്താണ് സാറല്ല എന്നോട് പറഞ്ഞ, കോവിഡ് സമയത്താണ് ഇങ്ങനെ ഈ സ്റ്റൈൽ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഉണ്ടാകുന്ന, ഒറ്റയ്ക്കിരുന്ന് ഡെവലപ്പ് ചെയ്ത് എക്സ്പ്ലോർ ചെയ്ത് ഉണ്ടാക്കിയത്. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പീരിയൻസിൻ്റെ ഇതാണ്. അപ്പം അത് മാത്രമല്ല, ഞാൻ അന്ന് സാറിന് കൊളാഷ്, അതിൽ കുറച്ച് കൊളാഷ് ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരേ സമയം തന്നെ എക്സ്പ്രഷൻ ആകുമ്പോൾ തന്നെ അതേ സമയം തന്നെ അതിൽ തൻ്റെ തന്നെ ഉള്ളിലുള്ള ഈ അനുഭവങ്ങളെ അല്ലെങ്കിൽ ചിന്തയെ കണ്ടെത്താനുള്ള ഒരു ശ്രമം കൂടെ അതിനകത്ത്, ഒരു എക്സ്പ്ലോറേഷൻ കൂടെയാണ്. എക്സ്പ്ലോറേഷൻ അല്ല, അതെനിക്ക് തോന്നുന്നത് ആ രീതിയിൽ ഇൻട്രാക്റ്റീവാണ്. പല ടൂൾസിനെ പല മീഡിയത്തിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളെ തന്നെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു രീതിയിൽ ഒരു എക്സ്പെരിമെൻ്റലാണ്. ചില പെയിൻറ്റിങ്സ് ഒക്കെ ഞാൻ ചില പെയിൻറ്റിങ്സ് സാറിന് ഞാൻ വീട്ടിൽ തന്നെ പറഞ്ഞു, സാർ അതൊക്കെ ഭയങ്കരമായ മാസ്റ്റർ വർക്കാണ്. അത്
ഒരു തരത്തിലും സാറ് ഒരു ഫൈനാൻസ് കോളേജിൽ പഠിച്ചില്ല, അല്ലെങ്കിൽ ഫിനാൻസ് കോളേജിൽ ഒരു അക്കാഡമിക് ഇല്ല എന്നുള്ളത് ഒരിക്കലും സാറിൻ്റെ എന്താണ് ക്രിയേറ്റിവിറ്റിയെ സ്പർശിക്കുന്നില്ല. അതൊരു ഒന്നുമല്ല. യു ആർ ബിയോണ്ട് ദാറ്റ്. And I can see that each and every work there is a celebration. That's enough. I think we have to celebrate. തോമസിന് വളരെ ആർജവത്തോടു കൂടി തൻ്റെ തോമസിൻ്റെ സെൽഫിന് പ്രത്യേകതയുണ്ട്. കേരളത്തിൽ തന്നെയുള്ള ജനിച്ച് വളർന്ന ആളാണെങ്കിൽ പോലും, ജീവിച്ച ആളാണെങ്കിൽ പോലും 2 മൈഗ്രേഷൻ സംഭവിച്ച ആളാണ്. 3 ലോകങ്ങളുണ്ടായിരിക്കും. പക്ഷേ തോമസിന് 2 ലോകങ്ങൾ നന്നായിട്ട് അറിയാം. മറ്റേത് എൻ്റെ കുടുംബ പാരമ്പര്യത്തിലൂടെ കുറേ അറിയാം. പഴയ തിരുവിതാംകൂറും പിന്നീട് വന്ന വയനാടും പിന്നെ തിരുവനന്തപുരവും ഒക്കെ ആയിട്ടുള്ളൊരു വളരെ പുറമെ നോക്കുമ്പോൾ വളരെ ചെറിയ മാറ്റമാണെന്ന് വിചാരിച്ചാലും വലിയ മാറ്റങ്ങളാണ്, വലിയ വലിയ ഇമേജസും വലിയ വലിയ എക്സ്പീരിയൻസുകളാണ് തോമസിനുണ്ടായിട്ടുള്ളത്. മാത്രമല്ല തൻ്റേതായ ജീവിതമാർഗം കണ്ടെത്തിയ വളരെ കണക്കുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പണി ചെയ്തുകൊണ്ടിരുന്ന, എന്നെപ്പോലെ തന്നെ പണി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ് തോമസ്. പക്ഷേ ഈ വിഗർ അത്ഭുതകരമായ വിഗറാണ്. അതിനെ ഞാൻ അഭിനന്ദിക്കുന്നു. കഴിഞ്ഞ 3 ദശകങ്ങളിൽ എങ്കിലുമായി ഞാൻ തോമസിൻ്റെ ചിത്രങ്ങളും, തോമസ് ഒരു പക്ഷേ ചിത്രരചന ആരംഭിക്കുമ്പോൾ മുതൽ ഞാൻ തോമസിൻ്റെ ചിത്രങ്ങൾ കാണുന്നുണ്ട്. അത് മനോഹരമായിട്ട് വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദശകങ്ങളിലൂടെ കണ്ടു. പലതരത്തിൽ പല പ്രമേയങ്ങളും പല നിറങ്ങളുടെയും രൂപങ്ങളുടെയും പലതരത്തിലുള്ള മിശ്രിതങ്ങളും എല്ലാം തോമസ് അദ്ദേഹത്തിൻ്റെ ക്യാൻവാസുകളിലൂടെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ആധുനികതയുടെ ഏറ്റവും രസകരമായ, മലയാളത്തിലെ ചിത്രകലയുടെ ആധുനികതയുടെ ഏറ്റവും രസകരമായ മുഖങ്ങൾ തോമസ് അതിൽ കൂടെ ആവിഷ്കരിച്ചു. ഒരു ഏകാന്ത പെയിൻ്ററായിരുന്നു തോമസിൻ്റെ കാലം മുഴുവൻ. ഒരു ഗ്രൂപ്പിൻ്റെയും ഭാഗമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ വർഷങ്ങളെല്ലാം നിരന്തരമായിട്ട് ചിത്രകലയ്ക്ക് വേണ്ടി തൻ്റെ ജീവിതം ഉഴിഞ്ഞു വെച്ച് പ്രയത്നിച്ചു. അതൊരു വലിയ ഉയരത്തിലേക്ക് ഇപ്പോൾ കടന്നെത്തിക്കഴിഞ്ഞു എന്ന് ഞാൻ പറയും. ഇപ്പോൾ ഈ പുതിയ പെയിൻറ്റിങ് എക്സിബിഷൻ, ഇപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ടു കഴിഞ്ഞ പെയിൻറ്റിങ് എക്സിബിഷൻ, ഞാൻ അതിൻ്റെ എല്ലാ ഇതും കാണുന്നുണ്ട്. ഇനിയും തോമസിൻ്റെ അടുത്ത ലെവലിലേക്ക് പോകാൻ കഴിയുമെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഇവ തന്നെ എത്രയോ മനോഹരവും ഗംഭീരവുമായിരിക്കുന്നു. വളരെ സന്തോഷം. തിരുവനന്തപുരത്ത് KP തോമസിൻ്റെ പെയിൻറ്റിങ് എക്സിബിഷൻ. ഞാൻ തോമസിൻ്റെ ചിത്രങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് കണ്ടു കഴിഞ്ഞു. പലപ്പോഴായിട്ട് പല സ്ഥലങ്ങളിലായിട്ട് ഇതിൻ്റെ എല്ലാം ഫോട്ടോസ് പല ആളുകളും നമുക്ക് അയച്ചു തരികയും അങ്ങനെയൊക്കെ കാണുകയും ചെയ്തിട്ടുണ്ട്. ഒരർത്ഥത്തിൽ ഭയങ്കര രസകരമായിട്ട് ആളുകളുമായിട്ട് വളരെയധികം എളുപ്പത്തിൽ, എന്നാൽ അതേസമയം തന്നെ നമ്മൾ കണ്ട ചിത്രങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്കും നമ്മളുടെ ഓർമ്മകളിലേക്കും നമ്മളുടെ ചിന്തകളിലേക്കൊക്കെ ഏതെങ്കിലും തരത്തിൽ അസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്കുള്ള ഒരു വഴി തോമസിൻ്റെ പെയിൻറ്റിങ്സിലുണ്ട് എന്നുള്ളത്. തോമസിൻ്റെ ചിത്രങ്ങളുടെ രീതികൾ അതാണ്. ഒട്ടുമിക്കം ഒരു അബ്സ്ട്രാക്റ്റ് സ്വഭാവം എന്ന് നമ്മൾ പറയുമെങ്കിലും അങ്ങനെ ഒരു അബ്സ്ട്രാക്റ്റ് ആറ്റിറ്റ്യൂഡിലല്ല തോമസിൻ്റെ ചിത്രങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. കാരണം ഓരോ ചിത്രവും ഒരു പരിധി വരെ നമ്മുടെ പല തരത്തിലുള്ള ആലോചനകളെ ഇതിങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന തരത്തിലേക്ക് ചിത്രങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് എന്നുള്ളതൊരു വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ്. തോമസിൻ്റെ പെയിൻറ്റിങ്സ് ഈ ചിത്ര പ്രദർശനം കാണാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം പങ്കുവെക്കുന്നു. KP തോമസ് എന്ന ചിത്രകാരന് എല്ലാവിധ ഭാവുകളും നേരുന്നു. വളരെ വർഷങ്ങളായുള്ള എൻ്റെ സൗഹൃദവും, അത് പ്രത്യേകിച്ച് പുഷ്പയുടെ, എൻ്റെ വൈഫിൻ്റെ അച്ഛൻ ആയിട്ടുള്ള തോമസ് സാറിൻ്റെ ബന്ധവും എല്ലാം ഈ ഒരു കാഴ്ചയിലേക്ക് എത്തിച്ചേരുവാനായിട്ടൊരു കാരണമായിട്ടുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞതുപോലെ എൻ്റെ വീട്ടിൽ സൂക്ഷിച്ചിട്ടുള്ള ചുരുക്കം ചില പെയിൻറ്റിങ്ങുകളിൽ ഒന്ന് തോമസ് സാറിൻ്റെ ഒരു മഡോണ എന്ന് പറയുന്ന അമ്മയും കുഞ്ഞും കൂടെയുള്ള ഒരു ചിത്രമാണ്. അപ്പോൾ അത് വളരെ മുന്നേ മുതൽ അദ്ദേഹം പിന്നെ ബാങ്കിൻ്റെ ഉദ്യോഗസ്ഥനായിരിക്കെ അതിനിടയിൽ തൻ്റെ മേശപ്പുറത്തുള്ള കടലാസുകളിൽ കുറിച്ച് ഇടുന്ന വരകളും ചേർത്ത് വയ്ക്കുന്ന വർണ്ണങ്ങളും എല്ലാം ഞാൻ ഫോളോ ചെയ്ത് കണ്ടു വന്നിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്നിപ്പം ഇവിടെ ഈ പെയിൻറ്റിങ് എക്സിബിഷനിൽ ഞാൻ വന്നപ്പോഴത്തേന് തോമസ് സാറിൻ്റെ പുതിയൊരു ലോകത്തിലേക്കുള്ള ഒരു ജനാല തുറന്ന് കണ്ടതുപോലെയാണ് എനിക്കുള്ള അനുഭവം.
അത് കുറെ കൂടി നമ്മളെ അത് അകത്തോട്ട് വിളിക്കുന്നുണ്ട്. അതിലുള്ള പ്രമേയപരമായിട്ടുള്ള ലാളിത്യത്തിനൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ചിത്രരചനയിലുള്ള പ്രാമുഖ്യം, അതിൽ അദ്ദേഹം പിന്നെ വരകൾ യൂസ് ചെയ്യുന്നതിലും വർണ്ണങ്ങൾ യൂസ് ചെയ്യുന്നതിലും ഒക്കെയുള്ള പ്രാമുഖ്യം വളരെ എംബലിഷ്ഡായിട്ട്, വളരെ മനോഹരമായിട്ട് ഈ പ്രമേയത്തിന് ചുറ്റും മനോഹരമായിട്ട് വളർന്നു നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് തീർച്ചയായിട്ടും ഇത് വളരെ ഒരു മേജർ ഇവൻ്റ് തന്നെയാണ്. അതിൻ്റെ തോമസ് സാറിൻ്റെ ചിത്രകലാ ജീവിതത്തിലെ വലിയൊരു മുന്നോട്ടുള്ള കാൽവയ്പ്പാണ്. അതിൽ ഞാൻ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. I depict him as coming down from the cross, coming down, reaching out to disciples and to his mother, telling that, see, the message of Christ. The message of Christ, you know, that's in that simple prayer there, you know. There's a prayer where you... Our Father. Our Father, who art in heaven. Now, if you analyze the prayer, you can see it's all about action. Forgiveness, if you, as I forgive my enemy, you forgive me. As I love other one, be loved by. As you love. Like that. Everything is action, you know. If you do like that, you will get this redemption. That is the message of Christ. You can see everywhere. Everywhere that is there. That's tribal, not Aboriginal. Wayanad, I come from Wayanad. The tribal elements are in almost all the works.